ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത് പോയിട്ട് ആദ്യമായിട്ട് ഈ സാധനത്തിനെ കാണുന്നത് തന്നെ. 2 വർഷമായില്ലേ നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് വന്നിട്ട്. പക്ഷേ ഇതുവരെ എനിക്കൊരു അവസരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് റിട്ടേൺ ഞങ്ങൾ വന്ദേ ഭാരതായിട്ടോ ബുക്ക് ചെയ്തത്. പൊതുവേ ഇത് ഓൺ ടൈമിൽ വരാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് 10 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നേ. അധികം അങ്ങോട്ട് തിരക്കൊന്നുമില്ലായിരുന്നു. മേ ബി ആലപ്പുഴ ടു ട്രിവാൻഡ്രം കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരുന്നത് ഇതിനകത്തുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരു പത്രമൊക്കെ തന്നു. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നു നമുക്ക് തന്നത്. പിന്നെ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫുഡൊക്കെ വന്നായിരുന്നു. ലഞ്ച് ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കല്ലേ കയറിയത്, കാരണം ചോറും ചപ്പാത്തിയും പായസവും ചെറുപയർ തോരനും പിന്നെ ചിക്കൻ കറിയും പുളിശ്ശേരിയാന്ന് തോന്നുന്നത് സാധനം, പിന്നെ തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ചതിൽ വിപരീതമായിട്ടാണ് നടന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന വെച്ച് നോക്കുമ്പോഴത്തേനും ബെറ്റർ ആയിരുന്നു. എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. ഞങ്ങൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് മീൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത് സാരമില്ല, നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ അവർ വന്ന് ചോദിക്കും, അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചാണ് കേട്ടോ കയറിയത്. എനിക്ക് ആദ്യം ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു, അവരിനി ഫുഡ് തരുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് ചോദിച്ചു കേട്ടോ ഫുഡ് വേണോ വേണ്ടേന്നൊക്കെ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേനും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത്. നല്ല ഫുഡായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ലതായിരുന്നു. പിന്നെ പായസം മാത്രം ഇച്ചിരി വാട്ടറി ആയിട്ട് എനിക്ക് തോന്നി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വാട്ടർ കൊണ്ടുവരുന്നത്. ഈ റെയിൽ നീർ പാറശാലയിലുള്ള എത്ര പേർക്കറിയാം, ഞാനും ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്. പിന്നെ കൊല്ലമൊക്കെ ആയപ്പോഴത്തേനും അവർ കോഫിയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നു. സൊസൈറ്റി ഡെയിലിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ആയിരുന്നു നമുക്ക് തന്നത്. അതിൻ്റെ കൂടെ ഹോട്ട് വാട്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് കുടിക്കണം. ഞാനത് കുടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്നോട് ചോദിക്കും ഇതിന് മധുരം ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ നീ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ അവരെന്താ മധുരം ഇല്ലാത്ത തരുമായിരുന്നു എന്നൊക്കെ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്. കോഫീൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവർ യൂണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് കൂടെ തന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവരുടെ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ് ഇല്ല, അതാ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇതിൽ നിന്ന് 2 ഞാൻ അവളുടെ വായിൽ തിരികെ കൊടുത്തിട്ട് ഞാനൊന്ന് പ്രതീക്ഷിച്ചു അത് തീരുന്നത് വരെയെങ്കിലും ഒന്ന് വാടച്ച് മിണ്ടാണ്ടിരിക്കുന്നു. എന്നിട്ടും എവിടെ ലാസ്റ്റ് എനിക്കത് പറയേണ്ടി വന്നു. നിന്റെ വാ വെച്ചൊന്നും മിണ്ടാതിരിക്കുവോ? അങ്ങനെ ഫൈനലി ട്രിവാൻഡ്രം എത്തി. ജീവനോടെ ഇവിടെ എത്തിച്ചതിന് നന്ദിയുണ്ട് ദൈവമേ.